ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഇൻഡസ്ട്രി ഹിറ്റ് തൂക്കി ലോക മുന്നോട്ട് കുതിക്കുകയാണ്. ഇന്ന് സിനിമ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ നേടുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. ഇവിടെ തമിഴിലും തെലുങ്കിലും സിനിമയ്ക്ക് വമ്പൻ ബുക്കിംഗ് തന്നെയാണ്. ബാംഗ്ലൂരും ചെന്നൈയിലും സിനിമയ്ക്ക് റെഡ് അലേർട്ട് എന്ന് തന്നെ പറയാം. ബാംഗ്ലൂരിൽ 4ഓളം സിനിമകളാണ്, അതായത് മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷകളിലാണ് ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത്. അതിനകത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് മലയാളവും തമിഴിനും തന്നെയാണ്. കന്നഡയിൽ തിരക്ക് കുറവാണ്, പക്ഷേ ഹിന്ദിയിൽ നല്ല തിരക്ക് തന്നെയാണ്. ബാംഗ്ലൂരിൽ നിന്ന് മാറി നമുക്ക് ചെന്നൈയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നു മലയാളവും തമിഴുമുണ്ട്. ആ രണ്ടെണ്ണത്തിനും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ തന്നെയാണ്. ഇന്ന് മാത്രമല്ല, അടുത്ത ദിവസത്തേക്കുള്ള ബുക്കിങ്ങും കുതിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ഹിന്ദിയിലും സിനിമയ്ക്ക് റെക്കോർഡ് ആണ് വന്നിരിക്കുന്നത്. ഹിന്ദിയിൽ ഇതുവരെ സിനിമ നേടിയിരിക്കുന്നത് റെക്കോർഡ് കളക്ഷനിലേക്ക് എത്തുകയാണ്. അതായത് ഒരു മലയാള സിനിമയുടെ രണ്ടാമത്തെ ഉയർന്ന കളക്ഷനിലേക്ക് എത്തുകയാണ്. സിനിമ ഈ ആഴ്ച കഴിയുമ്പോഴത്തേക്ക് 5 കോടി ഹിന്ദിയിൽ നിന്ന്, അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രം നേടുമെന്നുള്ളതാണ്. ഹിന്ദി അതിന് മുകളിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഹിന്ദി റിലീസുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ 10 കോടിക്ക് മുകളിലായിരിക്കാം ഹിന്ദിയുടെ എമൗണ്ട് വരാൻ പോകുന്നത്. 4,27,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് 16 ദിവസം കൊണ്ട് ഹിന്ദിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മാർക്കറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെയാണ് സിനിമയ്ക്ക് പോകുന്നത്. നെറ്റ് എമൗണ്ട് ആയിട്ട് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം 3,40,00,000 രൂപയ്ക്ക് മുകളിലാണ്. ഷെയറായിട്ട് 1,95,00,000 രൂപയോളം, അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു വിജയമാണ്. ഏകദേശം നമുക്ക് അവിടുത്തെ ഒരു ഫൈനൽ റൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സിനിമ 5 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. നാളെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു 30 ലക്ഷം 35 ലക്ഷം രൂപ സിനിമയ്ക്ക് വരും. ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ നോർത്ത് ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഹിന്ദിയുടെ യാത്രയാണ് മികച്ചു തന്നെ നിൽക്കുന്നത്. സിംഗപ്പൂർ, മലേഷ്യ, അങ്ങനെ പല സ്ഥലങ്ങളിലും ഹിന്ദി റിലീസുകളുണ്ട്. മലയാളം റിലീസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇതിൻ്റെ ഹിന്ദി റിലീസ് ചെന്നു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. മലേഷ്യയിലെ കളക്ഷൻ വന്നിരുന്നു. അതായത് സിനിമയ്ക്ക് ആദ്യ ദിനം മുതൽ 8 ദിനം വരെയുള്ള കളക്ഷൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ 8ാം ദിനത്തിലെ കളക്ഷൻ ലഭിക്കുകയുണ്ടായി. ഏകദേശം 1,00,000 രൂപയോളമാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ലിമിറ്റഡ് റിലീസുകളാണ്. എന്തായാലും ആദ്യ ദിനങ്ങളിലെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്തായാലും 25 ലക്ഷം രൂപയ്ക്ക് മുകളിലെങ്കിലും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിക്കാം. ഇവിടെ സിനിമ ഇനിയും തീർക്കാനുള്ളത് 2 പ്രധാന റെക്കോർഡുകളിലേക്കാണ്. ഒന്ന് 300 കോടി എന്നുള്ളത്, അതായത് ഏകദേശം 25-27 കോടിയിലേക്ക് ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ എത്തുമെന്നുള്ളതാണ്. അതും കൂടെ മതിയായിരിക്കുമെന്നുള്ളതാണ്. അതായത് ഇന്ന് 270 കോടി കടക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ 118 കോടിയാണ് വേണ്ടത്. കേരളത്തിൽ നിന്ന് സിനിമ ഇന്ന് 100 കോടിക്ക് അടുത്ത് എത്തും. 102 കോടി 103 കോടി ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ കൂടെ കഴിഞ്ഞാൽ ഏകദേശം 10 കോടിക്ക് താഴെ മതിയാവും എന്നുള്ളതും ഉറപ്പിക്കാം. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേ മീഡിയ.